കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യറിന്റെ പ്രസ്താവനയ്ക്ക് മറുപടിയുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ എത്തിയിരിക്കുകയാണ്. പാകിസ്ഥാൻ ഒരു പരമാധികാര രാജ്യമാണ്. അവരും ബഹുമാനിക്കപ്പെടുന്ന രാഷ്ട്രമാണ്. പാകിസ്ഥാനുമായി ഇന്ത്യ ചർച്ച നടത്തുകയാണ് വേണ്ടതെന്നും സൈനിക ബലം കാണിച്ച് പ്രകോപിപ്പിക്കുന്ന പക്ഷം പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ അണുബോംബ് പ്രയോഗിക്കുമെന്നുമാണ് മണിശങ്കർ അയ്യർ പറഞ്ഞത്. ഇതിനുള്ള മറുപടിയുമായി അമിത് ഷാ വന്നിരിക്കുകയാണ്. പാക് അധീന കാശ്മീർ അതായത് POK ഇന്ത്യയുടെ ഭാഗമാണ്. മോദി സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നാൽ POK തിരിച്ചെടുക്കുമെന്നും അമിത് ഷാ പറഞ്ഞു. ശനിയാഴ്ച ഝാൻസിയിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെയായിരുന്നു അമിത് ഷാ ഇതിന് മറുപടി പറഞ്ഞത്. 2019 ആർട്ടിക്കിൾ 370 എടുത്തുമാറ്റിയതോടെ കാശ്മീരിൽ സമാധാനം കൊണ്ടുവരാൻ കഴിഞ്ഞു. എന്നാൽ ഇപ്പോൾ പാക് അധീന കാശ്മീരിൽ പ്രതിഷേധ ശബ്ദം കേൾക്കുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അവിടെ സംഘർഷങ്ങൾ ഉടലെടുത്തിരുന്നു. കൂടാതെ പാകിസ്ഥാനിലെ സാമ്പത്തിക സ്ഥിതിയും വളരെ ഗുരുതരമാണ്. മുമ്പ് സ്വാതന്ത്ര്യം വേണമെന്ന മുദ്രാവാക്യം ഇവിടെയാണ് കേട്ടിരുന്നത്. എന്നാൽ ഇന്ന് കേൾക്കുന്നത് പാക് അധീന കാശ്മീരിലാണ്. മുമ്പ് കാശ്മീരിലാണ് കല്ലേറുണ്ടായിരുന്നതെങ്കിൽ ഇന്നിപ്പോൾ PAKയിലാണ് സംഭവിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. നരേന്ദ്രമോദി മൂന്നാമതും പ്രധാനമന്ത്രിയായി സ്ഥാനമേറ്റ് 6 മാസത്തിനുള്ളിൽ പാക് അധീന കാശ്മീർ തിരിച്ചു കൊണ്ടുവരുമെന്ന് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും പറഞ്ഞിരുന്നു. പാകിസ്ഥാന് POK സംരക്ഷിക്കാൻ ബുദ്ധിമുട്ടാണെന്നും ആദിത്യനാഥ് വ്യക്തമാക്കിയിരുന്നു. ശത്രുക്കളെ നമ്മൾ ആരാധിക്കില്ല. ആരെങ്കിലും നമ്മുടെ ആളുകളെ കൊലപ്പെടുത്തിയാൽ അതിന് അർഹമായ മറുപടി നൽകുമെന്നും ആദിത്യനാഥ് ചൂണ്ടിക്കാട്ടി. പാകിസ്ഥാന്റെ ആറ്റം ബോംബുകളെ ഭയപ്പെടുന്നവരല്ല മോദി സർക്കാർ. ഇവിടെ ഒരു വശത്ത് വായിൽ വെള്ളക്കരണ്ടിയുമായി ജനിച്ച രാഹുൽ, മറുവശത്ത് പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട ഒരു പാവപ്പെട്ട ചായ വിൽപ്പനക്കാരന്റെ കുടുംബത്തിൽ ജനിച്ച മോദിജിയുമുണ്ട്. അത്തരമൊരു സൈനാധിപൻ ഇന്ത്യക്കുള്ളപ്പോൾ ആരും ഭയപ്പെടേണ്ട കാര്യമില്ല. എല്ലാ വർഷവും ഇന്ത്യൻ സൈന്യത്തോടൊപ്പമാണ് നരേന്ദ്രമോദി ദീപാവലി ആഘോഷിക്കാറുള്ളത്. പല നേതാക്കളും ഇന്ത്യ ഭരിച്ചിരുന്നു. അവരാരും കാണിക്കാത്ത സ്നേഹവും വിശ്വാസവും നരേന്ദ്രമോദിക്ക് നമ്മുടെ ഇന്ത്യൻ സൈന്യത്തോടുണ്ട്. തിരിച്ചടിക്കുമെന്ന് പറഞ്ഞാൽ തിരിച്ചടിച്ചിരിക്കും. അതിപ്പോൾ ഇന്ത്യക്ക് വേണ്ടിയാണെങ്കിലും പാക് അധിനിവേശ കാശ്മീരിന് വേണ്ടിയാണെങ്കിലും. മറ്റാരെയും ചെറുത്തു നിൽക്കാനുള്ള സൈന്യവും പ്രതിരോധ ഉൽപ്പന്നങ്ങളും ഇന്ന് ഇന്ത്യക്കുണ്ട്. വോട്ട് ബാങ്ക് നേടാനുള്ള അത്യാഗ്രഹം കൊണ്ട് അവരുടെ നേതാക്കളിൽ ഒരാളായ മണിശങ്കർ അയ്യർ പാക് അധീന കാശ്മീരിനെ പറ്റി സംസാരിക്കുന്നത്. പാകിസ്ഥാനിൽ ആറ്റം ബോംബുകൾ ഉണ്ടെന്നും പാക് അധീന കാശ്മീരിൽ നമ്മുടെ അവകാശങ്ങൾ ആവശ്യപ്പെടരുതെന്നുമാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ കേട്ടുകൊള്ളൂ, ഇത് നരേന്ദ്രമോദി സർക്കാരാണ്. ഞങ്ങൾ ആറ്റം ബോംബുകളെ ഭയപ്പെടുന്നില്ല. POK ഇന്ത്യയുടേതാണ്. ഞങ്ങൾ ഇത് തിരിച്ചെടുക്കും. ഇത് അമിത് ഷായുടെ വാക്കുകളാണ്.